അയ്യ, എന്താ ഇളി. ഇന്നെനിക്ക് ഒന്ന് നേരത്തെ വീട്ടിൽ പോണം, അതുകൊണ്ട് കൊണ്ടാക്കാലോ വീട്ടിലേക്കെന്ന് കരുതി. വേണേ പോര്. ചെക്കൻ അതും പറഞ്ഞു പോയി ബൈക്ക് എടുത്തോണ്ട് വന്നതും സിത്തു വേഗം ചാടി കയറി. അപ്പോൾ ബൈ ഗൈസ്, വിട്ടോ. അവൻ്റെ തോളിൽ തട്ടി സിത്തു അത് പറയേണ്ട താമസം അവൻ വണ്ടി പറപ്പിച്ചു. അവര് പോകുന്നത് നോക്കി അവര് കണ്ണിൽ നിന്ന് മറഞ്ഞതും ബാക്കിയുള്ളവരെ നോക്കിയപ്പോൾ എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുന്നു. സംതിങ് ഫിഷി. പെട്ടെന്ന് അനു അതും പറഞ്ഞ് താടിക്ക് കൈയും കൊടുത്തിരുന്നതും ഞാൻ പെട്ടെന്ന് അവളെ നോക്കി. അവളപ്പോ അവര് പോയ വഴിയേ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ അരുണേട്ടൻ ഇങ്ങനെ തന്നെ നടക്കാനാണോ പ്ലാൻ? പെട്ടെന്ന് കീർത്തി അത് ചോദിച്ചപ്പോൾ ഞാനടക്കം ബാക്കി എല്ലാവരും അവളെ ഒരു നോട്ടം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ദിയ അവളെ നോക്കി ചോദിച്ചു. അത് പിന്നെ ഉണ്ടല്ലോ. കീർത്തി ആദ്യം തപ്പിത്തടഞ്ഞു, പിന്നെ ചിരിച്ചോണ്ട് ഞങ്ങളെ നോക്കി. പറഞ്ഞോ, എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ദിയയും അനുവും ഞങ്ങളെ മൂന്നാളെയും നോക്കി അന്തം വിട്ടിരുന്നു. അതുണ്ടല്ലോ അനു, ദിയ. പറയ്. അവര് രണ്ടും കണ്ണും ചെവിയും കൂർപ്പിച്ചിരിപ്പാണ്. അരുണേട്ടനുണ്ടല്ലോ സിത്തുവിനോട് ഒരു ചായ്വ്. ഓ മൈ ഗോഡ്. ദിയയുടെ കാറ്റ് പോയുള്ള ഇരുത്തം കണ്ടതും എനിക്ക് ചിരി വന്നു. അനുവിൻ്റെ ഇരിപ്പ് ആദ്യമേ അറിയാമായിരുന്നു എന്ന മട്ടിലായിരുന്നു. നിനക്കെന്താടി ഷോക്കാവാത്തത്? ദിയ അനുവിനോട് ചോദിച്ചതും അതേ സംശയമുള്ള ഞങ്ങളും അവളെ നോക്കി. അതെനിക്ക് ആദ്യമേ ഡൗട്ടുണ്ടായിരുന്നു. അതെങ്ങനെ? ഡൗട്ട് ഉണ്ടാകാൻ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. കിച്ചു പറഞ്ഞപ്പോ ഞാനും അത് ശരിവെച്ചു. പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ബട്ട് അന്ന് സിത്തുവിനെ അരുണേട്ടൻ ഇതേപോലെ വീട്ടിൽ കൊണ്ടുപോയില്ലേ, അന്ന് നിങ്ങളുടെ 3 പേരുടെയും മുഖത്തെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ഒരിത് തോന്നി. അനു പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അവളെ എടി ബുദ്ധിമതി എന്ന മട്ടിൽ നോക്കി. വേറെ ഒരു ഇൻസിഡൻറ്റും ഇല്ലാതെ അതുമാത്രം വെച്ച് അവൾക്ക് കാര്യം കത്തിയല്ലോ. കുറച്ച് അപാര ബുദ്ധി തന്നെ. എന്നിട്ടെന്താടി പറയാഞ്ഞേ? ദിയ അനുവിൻ്റെ കയ്യിനൊരു തട്ടും കൊടുത്ത് ചോദിച്ചതും പെണ്ണ് എന്താടി? ഞാൻ പിന്നെ അത് മറന്നുപോയി. ഇവരോട് ചോദിക്കത്, ഇവർക്കൊക്കെ ആദ്യമേ അറിയാലോ. അത് കേട്ടതും ദിയ ഞങ്ങളെ നോക്കി. അനുവും രണ്ടാളും കൂടെ നോക്കിയപ്പോൾ ഞങ്ങൾ ചിരിച്ചു കാണിച്ചു. രണ്ടും പിരികം പൊക്കി പറയൂ പറയൂ എന്ന പോലെ ആംഗ്യം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ കീർത്തി പറഞ്ഞു, അതുണ്ടല്ലോ മക്കളെ, ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ലെന്നേ ഇത്. പണ്ടേക്ക് പണ്ടേ തുടങ്ങിയ അസുഖമാണിത്. എന്ന് വെച്ചാ? അതായത് രമണ, ഇവരുടെ കൂടെ അരുണേട്ടൻ സ്കൂൾ കാലം തൊട്ടുണ്ട്. അന്നു മുതൽ അരുണേട്ടന് സിദ്ധുവിനോട് പ്രേമാണെന്ന് ഞങ്ങളെ കാണിച്ച് കീർത്തി പറഞ്ഞതും അവര് രണ്ടും ഓ എന്ന് പറഞ്ഞ് ഞങ്ങളെ നോക്കി. അപ്പോ സിദ്ധുവിന് അറിയില്ലേ? ഇല്ല. അതെന്താ അവളോട് പറയാത്തത്? ഇവരോട് ചോദിക്ക. കീർത്തി ഞങ്ങളുടെ നേരെ തിരിഞ്ഞതും രണ്ടെണ്ണവും കൂടി ഞങ്ങളെ നോക്കി. അത്ര ചെറുപ്പത്തിൽ പ്രേമം പറഞ്ഞ് അവളുടെ മൈൻഡ് കേടാക്കേണ്ട എന്ന് വിചാരിച്ചു. ഒന്നല്ലെങ്കിലും അവളുടെ ഏട്ടന്മാരല്ലേ, ചാടിക്കേറി പ്രേമിച്ചോട്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. കിച്ചു പറഞ്ഞതിൻ്റെ കൂടെ ഞാനും കൂട്ടിച്ചേർത്തു. നല്ല ഏട്ടന്മാർ തന്നെ. തപസ്സിരുന്നാ കിട്ടുമോ ആർക്കേലും? അനു താടിക്ക് കൈയും കൊടുത്ത് ഞങ്ങളെ നോക്കി. ഒരിക്കലും കിട്ടില്ല, കാരണം ഞങ്ങൾ 2 പീസേ ഉള്ളൂ. ഷോൾഡർ പൊക്കി കിച്ചു പറഞ്ഞതും കീർത്തി അയ്യേ എന്നും പറഞ്ഞ് അവനെ തട്ടി. അവളെ പുച്ഛിച്ചോണ്ട് വീണ്ടും അവൻ ദിയേനെയും അനുവിനെയും നോക്കി ചിരിച്ചു. അല്ല, ഇനി സിത്തുവിനോട് പറയണ്ടേ? വേണം. ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞത് കേട്ട് പാവം അവളോടൊന്ന് ആ ഇഷ്ടം കാണിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പ്രേമ ട്രാക്ക് എടുത്തേ പറ്റൂ. കിച്ചു പറഞ്ഞതും അവളുമാർ തലയാട്ടി. അതിന് നിങ്ങളും കൂടെ കനിയണം. അതെങ്ങനെ? സിത്തുവിന് അരുണിനോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചൂഴ്ന്നെടുക്കണം. അത് ഞങ്ങൾ ഏറ്റു. അപ്പോൾ ഓക്കെ ബൈ, സഭ പിരിച്ചു വിട്ടിരിക്കുന്നു. ഞാൻ അതും പറഞ്ഞ് എഴുന്നേറ്റു.
ആ ഓക്കെ. അവരും എണീറ്റതും ഞാൻ പെണ്ണിനെ നോക്കി ഒന്ന് കിസ് ചെയ്യുന്ന പോലെ കാണിച്ചു. വേഗം ബൈക്ക് എടുക്കാൻ ഓടി. നൈറ്റ് വീട്ടിലേക്കൊക്കെ വിളിച്ച് റൂമിലേക്ക് ചെന്നപ്പോൾ ദിയ പില്ലോ ചുമരിൽ ചാരി വെച്ച് ആലോചിച്ചു കൂട്ടുന്നതാണ് കണ്ടത്. കോളേജിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് അവളെ സാറിൻ്റെ കാര്യമൊന്നും ആലോചിക്കാനുള്ള ടൈം കൊടുത്തിട്ടേ ഇല്ലായിരുന്നു ഞാൻ. ഇപ്പോൾ വീട്ടിലേക്ക് വിളിക്കാൻ നേരമാണ് അവളുടെ അടുത്ത് നിന്ന് മാറിയത്. അവളും വീട്ടിൽ വിളിച്ചു. അപ്പോഴേക്കും ചിന്തിച്ച് കൂട്ടാൻ തുടങ്ങി. ഡി ഒച്ചയെടുത്ത് വിളിച്ചതും അവൾ ഞെട്ടി. എന്താടി? അലറാതെ ഒന്ന് മയത്തിൽ വിളിച്ചൂടെ? അവള് കലിപ്പായതും ഞാൻ ചിരിച്ചു കാണിച്ചു. അത് പിന്നെ നീ സ്വപ്ന ലോകത്ത് നിന്ന് ഉണരാൻ വേണ്ടി ചെയ്തല്ലടി മോളെ. ഓ ഓലക്ക. എൻ്റെ പൊന്നു മോളെ, വേണ്ടാത്തതൊക്കെ ചിന്തിച്ച് ആലോചിച്ചും കിടക്കാതെ ഞാൻ അതും പറഞ്ഞ് ബെഡിൽ കയറി. നീ എന്താ അനു, ഇന്ന് നേരത്തെ കിടക്കുവാണോ? ആ, ഉറക്കം വരുന്നുണ്ട്. കോട്ടുവായിട്ടോണ്ട് ഞാൻ പുതപ്പൊക്കെ സെറ്റ് ചെയ്തു. നീയും കിടന്നോ ദിയ? ഓരോന്നും ആലോചിച്ച് തല പുണ്ണാക്കേണ്ട കേട്ടോ. അതും പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ കിടന്നു. കുറച്ച് കഴിഞ്ഞതും എൻ്റെ തോളിൽ ആരോ തോണ്ടി അനുന്ന് വിളിക്കുന്ന പോലെ തോന്നിയതും ഞെട്ടി എണീറ്റു. അല്ലാ! പെട്ടെന്ന് ദീ അലറിയതും ഞാനും കൂടെ അലറി. പിന്നെ വേഗം ലൈറ്റ് ഓണാക്കിയതും എൻ്റെ കൂടെയുണ്ട് ഇളിച്ചോണ്ട് ദിയ കിടക്കുന്നു. എന്തോന്നാടി? അതനു ചുണ്ടു ചുളുക്കി എന്നെ നോക്കിക്കൊണ്ട് നിന്നതും എനിക്കങ്ങ് എരിഞ്ഞി കേറി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടി കുരുപ്പേ. ഉമ്മ വിളിച്ചപ്പോ നാളെ വരേണ്ടെന്ന് പറഞ്ഞു. അവളത് പറഞ്ഞപ്പോഴാണ് നാളെ അവളോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നത് പോലും. അതെന്താ? അപ്പൊ നിന്റെ പെണ്ണ് കാണൽ? അത് ക്യാൻസലാക്കി. ഇക്കാക്കമാര് പറഞ്ഞത്രേ, ഇനി എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഡിഗ്രി കംപ്ലീറ്റ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് കല്യാണം നോക്കാം എന്ന്. ആണോ? ഇപ്പൊ സമാധാനായില്ലേ? ഇതാ പറയുന്നേ, ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന്. ആ, അതെനിക്കറിയാലോ. പടച്ചോൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. അല്ല, കാക്കുമാര് എല്ലാം ഫിക്സ് ആക്കിയതല്ലേ, പിന്നെന്താ ഒരു മനസ്സ് മാറ്റം? ആ കാര്യം എനിക്കൊരു സംശയം പോലെ തോന്നിയതും ഞാൻ അതേപോലെ ചോദിച്ചു. അത് ഉമ്മ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത്ര നല്ല രീതിയിലല്ല സംസാരിച്ചത്. സങ്കടമൊക്കെ വന്നായിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയി. ഉമ്മ അത് അവരോട് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സു മാറി. ദിയ പില്ലോ കെട്ടിപ്പിടിച്ച് പില്ലോയിൽ കവിളമർത്തി ചിരിച്ചോണ്ട് പറഞ്ഞു, നീ ലക്കിയടി മോളെ. ഞാൻ അതും പറഞ്ഞ് അവളുടെ മേലെ കൂടെ വീണ് കെട്ടിപ്പിടിച്ച് കിടന്നു. എടി ദിയ വിളിച്ചതും ഞാൻ മൂളി. അതുണ്ടല്ലോ. എന്ത്? സാർ. അവൾ സാർ എന്ന് പറഞ്ഞതും ഞാൻ കെട്ടിപ്പിടഞ്ഞ് എണീറ്റ് അവളെ ഉറ്റുനോക്കി. എന്താടി? എൻ്റെ നോട്ടം കണ്ടതും അവൾ ചോദിച്ചു, ഇനി സാറിന് എന്തിനാ? ആ ചാപ്റ്റർ ക്ലോസ് എന്ന് പറഞ്ഞതല്ലേ? ഞാൻ അവളെ സൂക്ഷ്മമായി വീക്ഷിച്ചു. അതപ്പോ അല്ലേ? പെണ്ണ് തല ചൊറിഞ്ഞോണ്ട് പറഞ്ഞതും ഞാൻ തുറിച്ചു നോക്കി. ഇന്നിപ്പോൾ എന്താ? അതേടി, എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുന്നില്ലടി. എൻ്റെ പൊന്ന് ദിയ, ഇന്നല്ലേ സാറ് നോ പറഞ്ഞത്? ടൈം എടുക്കും മറക്കാൻ, പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യണം. ആണ്, എന്നാലും ഒരെന്നാലും ഇല്ല. മോള് മര്യാദയ്ക്ക് ഉറങ്ങാൻ നോക്ക്. ഡീ. ഓ, ഈ പെണ്ണ് ഉറങ്ങാനും സമ്മതിക്കൂല. എന്താന്ന് വെച്ചാൽ പറയ്. ഞാനേ ഒന്ന് ട്രാക്ക് മാറ്റിയാലോ? എങ്ങനെ? അതുണ്ടല്ലോ, ഇനി സാറിനെ അവോയ്ഡ് ചെയ്യാം. ഞാൻ നന്നായെന്ന് സാറിന് തോന്നണം. അപ്പം എങ്ങാനും സാറിന് പ്രേമം തോന്നിയാലോ? വാവ്, എൻ്റെ മോളെ. അവളുടെ ഐഡിയ കേട്ടതും ഞാൻ വിളിച്ചു പോയി. അപ്പോൾ സെറ്റല്ലേ? എൻ്റെ കൂടെ നിൽക്കൂലേ? വേണോടാ. സാറിന് തോന്നിയില്ലെങ്കിൽ ഇനിയും സങ്കടാവും നിനക്ക്. ഇല്ലടി, ഞാൻ അത്ര ഹോപ്പൊന്നും കൊടുക്കുന്നില്ല. എന്തായാലും ഞാൻ കൂളായിരിക്കും. അവള് എൻ്റെ കൈയും പിടിച്ച് പറഞ്ഞതും ഞാൻ സമ്മതിച്ചു എന്ന പോലെ തലയാട്ടി. എന്നാ ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് ഒരു കിസ്സും തന്ന് പെണ്ണ് അവളുടെ ബെഡിൽ പോയി കിടന്നു. പിന്നെ അധികം ഇരിക്കാതെ ഞാനും ഉറങ്ങി. പിറ്റേന്ന് രാവിലെ, എടാ അവരോട് നീ പറയണേ. എന്ത്? ഞാൻ ട്രാക്ക് മാറ്റിയത്?
കോളേജിലേക്ക് പോകുമ്പോഴാണ് ദിയ അത് പറഞ്ഞത്. അപ്പോ അവളെ ഒന്ന് ഇരുത്തി നോക്കി ഞാൻ നേരെ നടന്നു. എല്ലാരും കൂടെ അവൾ ഇന്നലെ സാഡാകാതിരിക്കാൻ എന്തെല്ലാം പറഞ്ഞു. അതൊക്കെ വേസ്റ്റ് ആയില്ലേ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം. അതും ആലോചിച്ച് അവളെ ഒന്നുകൂടെ ഒന്ന് നോക്കിയതും അവള് ചിരിച്ചോണ്ട് വേഗം മരച്ചുവട്ടിലേക്ക് ഓടി. നോക്കിയപ്പോ അവരൊക്കെ അവിടെ ലാൻഡ് ആയിട്ടുണ്ട്. പിന്നെ വേഗം ഞാനും ഓടി. എന്താ ദിയ ഒപ്പിച്ചത്? ഞാനും ഓടി വന്നത് കണ്ടപ്പോ കീർത്തി ചോദിച്ചു. എന്ത്? ഞാൻ ചുമ്മാ ഓടിയതാ അല്ലേടി? അവൾ എന്നെ നോക്കി ഇളിച്ചതും ഞാൻ പോടിന്ന് വിളിച്ച് അവരെ നോക്കി. ഇവൾ എന്നോടെ ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചു നിങ്ങളോടൊക്കെ പറയാൻ. അത് പറഞ്ഞപ്പോ ഞാൻ നോക്കിയതിനാ ഈ പോത്തോടിയത്. അവിടെ ഇരുന്നോണ്ട് ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും ദിയേയും എന്നെയും ഒരു നോട്ടം. അതിപ്പോ എന്താ ഒരു കാര്യം? കിച്ചേട്ടൻ ചോദിച്ചപ്പോ അവള് പുള്ളിക്കൊരു ഇളി പാസാക്കി. അവളുടെ ഒരു ഇളി. ഇന്നലെ തൊട്ട് ഈ ഇളി മാത്രമേ ഉള്ളൂ കുരുപ്പിന്. ബാഗും കൊണ്ട് ഒരേറ് കൊടുത്തു പറഞ്ഞതും അവള് ചുണ്ട് കൂട്ടിപ്പിടിച്ച് ബാഗ് ക്യാച്ചും പിടിച്ചുകൊണ്ട് നിഷ്കുവായിരുന്നു. ഇവൾക്ക് ട്രാക്ക് മാറ്റണം പോലും. ഞാൻ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാകാതെ അവരൊക്കെ അവളെ നോക്കി. അൻവർ സാറിനെ മറക്കാന്ന് പറഞ്ഞ ആളാ ഇന്നലെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ കല്യാണം വന്നത് ക്യാൻസലാക്കി ഇക്കാക്കമാര്. ഇനി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളത്രേ. അപ്പോൾ അവൾക്ക് സാറിനെ വളയ്ക്കാൻ ന്യൂ ഐഡിയ, അവോയ്ഡിങ്. അതിൽ കയറി കൊത്തി സാറിനെ അവളുടെ പ്രേമം തോന്നിയാലോ എന്ന് ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു നിർത്തിയതും എല്ലാവരും അവളെ തൂർപ്പിച്ചു നോക്കി. എൻ്റെ ദിയ, ഇതിനാണോ ഇന്നലെ കരഞ്ഞത്? സിദ്ധുവേട്ടൻ അവളുടെ തലയ്ക്ക് കൈ വെച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവൾ വീണ്ടും ഇളിച്ചു. പെട്ടെന്ന് എൻ്റെ നോട്ടം കണ്ടതും നിഷ്കുവായിരുന്നു. ഇതിനാണോ ഈശ്വര ഇന്നലെ അത്രയും സെൻറ്റി അടിച്ചത്? സിത്തു അവളെ ഒന്ന് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തായിരുന്നു ഇന്നലെ? പാവ അല്ലേ, സാഡ് അടിച്ചിരിക്കുകയെന്ന് കരുതി സെൻറ്റി അടിച്ചതും പോരാ, പാവത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചതും എല്ലാം ഇപ്പോൾ വെള്ളത്തിലായി. കിച്ചേട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങളെയൊക്കെ ശശിയാക്കി അവൾ ന്യൂ ട്രാക്കായി വന്നിരിക്കുക. അരുണേട്ടൻ കൂടെ ആയതും കോളം മുഴുവനായി. എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ദിയ നിഷ്കുവായി. നിങ്ങൾക്കൊന്നും താല്പര്യമില്ലെങ്കിൽ വിട്ടേക്കാം, അതും പറഞ്ഞ് തല താഴ്ത്തിയിരുന്നു. ഓ അയ്യോ പാവം, കളിക്കല്ലേ മോളെ. സിത്തു അവളെ ചുണ്ടും വിരൽ കൊണ്ട് താടി പിടിച്ചുയർത്തി. അപ്പോൾ അവള് കാര്യമെന്ന് പറഞ്ഞപ്പോൾ സിദ്ധുവേട്ടൻ ഓക്കെ, അപ്പോൾ അത് വിട്ടേക്ക്, ഒരു ട്രാക്കും വേണ്ട. അത് പറഞ്ഞതും അവൾ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് സിദ്ധുവേട്ടൻ്റെ കയ്യിൽ തൂങ്ങി. അങ്ങനെ പറയല്ലേ, നിങ്ങളൊക്കെ അല്ലേ എൻ്റെ സപ്പോർട്ട്. അപ്പോൾ നീയല്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വിട്ടേക്കാമെന്ന്? കീർത്തി ഒന്ന് ആക്കി ചോദിച്ചപ്പോൾ പെണ്ണ് അങ്ങനെ ഞാൻ എന്തൊക്കെ പറയും? അപ്പോൾ നിങ്ങളല്ലേ എന്നെ നിർബന്ധിക്കേണ്ടത്? പിരികം പൊക്കി അവൾ പറഞ്ഞപ്പോൾ അയ്യടി എന്നും പറഞ്ഞ സിദ്ധുവേട്ടൻ തലയ്ക്കൊരു തട്ടും കൊടുത്തു. സമയമായതും ക്ലാസ്സിൽ പോയി. ഫസ്റ്റ് പീരീഡ് തന്നെ അൻവർ സാറായിരുന്നു. ദിയ ആണെങ്കിൽ സാറിനെ ഒട്ടും മൈൻഡ് ആക്കുന്നേയില്ല. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും മുഖത്ത് ഒരു വിഷാദഭാവമാണ്. അത് കണ്ടപ്പോൾ ഞാനും കീർത്തിയെയും സിദ്ധുവിനെയും നോക്കി. അവരും അപ്പോൾ എന്നെപ്പോലെ അവളെ നോക്കി, പിന്നെ എന്നെ നോക്കി. മുഖത്തോട് മുഖം നോക്കി എന്തൊക്കെയോ എക്സ്പ്രഷൻ കാട്ടി. പിന്നെ വീണ്ടും അവളെ നോക്കി. സത്യം പറഞ്ഞ ദിയ തകർത്തഭിനയിക്കുന്നുണ്ട്. അവളുടെ കോൺസെൻട്രേഷൻ കളയണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു. ക്ലാസ്സും കഴിഞ്ഞ് സാറ് പോയതും ദിയ പെട്ടെന്ന് നിവർന്നിരുന്ന് ദീർഘശ്വാസം എടുത്തുവിട്ടു. അവളുടെ ഇരിപ്പ് കണ്ടതും ഞങ്ങൾ മൂന്നും പൊട്ടിച്ചിരിച്ചു. എന്തോന്നടി, മനുഷ്യൻ ഇത്ര നേരം ശ്വാസം പിടിച്ച് ഒരേ നിൽപ്പായിരുന്നു. ഞാനെങ്ങാനും ഡെഡായി പോയിരുന്നെങ്കിലോ? അവളുമാരുടെ ചിരി. ഞങ്ങളെ നോക്കി മുഖം വീർപ്പിച്ച് ദിയ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചിരി അടക്കി പിടിച്ചു. നിന്റെ ഐഡിയ അല്ലേ, അപ്പോൾ കുറച്ചൊക്കെ സഹിക്കാനും തയ്യാറാവണം മോളെ. നിന്റെ ചെക്കനെ വീഴ്ത്തണ്ടേ? ഒന്നാക്കിക്കൊണ്ട് സിത്തു പറഞ്ഞപ്പോൾ അവള് കാറ്റുപോയ ബലൂൺ പോലെ ഊർന്നിരുന്നു. ഒരു തരത്തിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞതും മരച്ചുവട്ടിലേക്ക് ഓടി. അവിടെ ആമ്പിള്ളാർ ലാൻഡ് ചെയ്തത് കൊണ്ട് ഓടിച്ചെന്ന് സീറ്റ് പിടിച്ചു. സിദ്ധുവേട്ടൻ്റെ അടുത്ത് പെടാതെ ഇരിക്കാൻ വേണ്ടിയാണ് വേറെ എവിടെയെങ്കിലും പോയി സീറ്റ് പിടിക്കുന്നത്. അപ്പൊ പിന്നെ ആൾ നോക്കുമ്പോൾ മൈൻഡും ചെയ്യൂല.
എന്താണ് ഓട്ട മത്സരമൊക്കെ? അരുണേട്ടൻ എൻ്റെ ഓടിവരവ് കണ്ടോണ്ട് ചോദിച്ചു. ഇവൾക്ക് പ്രാന്ത് അല്ലാതെന്താ? സിത്തു എന്നെ അടിമുടി നോക്കി പറഞ്ഞു. ചുമ്മാ ഒരു രസം. പല്ലിളിച്ച് അതും പറഞ്ഞ് ഞാൻ നേരെ നോക്കിയത് സിദ്ധുവേട്ടൻ്റെ നേരെ. ആളുടെ നോട്ടം കണ്ടതും വേഗം മുഖം വെട്ടിച്ചു. സംസാരത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് എൻ്റെ തോളിലൂടെ കൈ വന്നതും ഞാൻ സിദ്ധുവേട്ടൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി. അവിടെ കാലിയാണെന്ന് കണ്ടതും ഞാൻ മൈൻഡ് ചെയ്യാതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങേര് ഇവിടെ വന്നിരിക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ നോക്കാതെ ഇരുന്നു പെട്ടെന്ന് എൻ്റെ തല പിടിച്ച് ഒറ്റ തിരിക്കൽ. എൻ്റെ തല പിടിച്ച് തിരിച്ച് വേദനിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി ഇരിക്കുക ആള്. കണ്ണിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് പതറിപ്പോയി. ഞാൻ ഒരു പിടച്ചിലോടെ തല തിരിക്കാൻ നോക്കിയപ്പോൾ സിദ്ധുവേട്ടൻ്റെ കൈ എൻ്റെ തലയിൽ പിടിച്ചാണ്. അതുകൊണ്ട് തന്നെ അനങ്ങാൻ പോലും പറ്റുന്നില്ല. കണ്ണിലേക്ക് തന്നെ നോക്കുമ്പോൾ എന്നോടുള്ള പ്രണയം കണ്ണിലൂടെ എന്നിലേക്ക് പകർന്നു വരുന്നുണ്ട് എന്ന് തോന്നി എനിക്ക്. ഹാർട്ട് ബീറ്റ് കൂടി പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. ഒന്ന് കൈവച്ച് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല. ഒരു വിറയലോടെ ഞാൻ നോക്കിയിരുന്നു. പെട്ടെന്ന് ബാക്കിയുള്ളവർ എല്ലാവരും ചുമക്കാൻ തുടങ്ങിയതും സിദ്ധുവേട്ടൻ പെട്ടെന്ന് കൈയെടുത്തു. എല്ലാവരും കൂടെ ആക്കി ചിരിക്കാൻ തുടങ്ങിയതും ചമ്മലോടെ ഞാൻ വേഗം എണീറ്റു. ദിയ വാ പോകാം. പോകാനോ? ഇപ്പോഴോ? ടൈം ഉണ്ടടി. എന്നാലേ നീ ടൈം ആകുമ്പോൾ വാ, ഞാൻ പോകുക. അതും പറഞ്ഞ് ആരെയും നോക്കാതെ നടന്നു. പിന്നാലെ ദിയ പോരുകയും ചെയ്തു.